ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു പ്രയാസമുണ്ടാകുമ്പോൾ മാത്രമല്ല, സാധാരണ അവസ്ഥയിലും വിശ്വാസികൾ അള്ളാഹുവിന്റെ സ്മരണയിൽ തന്നെ ആയിരിക്കണമെന്നതാണ് ഇസ്ലാമികമായ ശരിയായ നിലപാട് എന്ന് പറയുന്നത്. പലപ്പോഴും ആളുകൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും ആ ബുദ്ധിമുട്ട് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തിരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു പ്രവണത ആളുകൾക്കിടയിൽ ഉണ്ടാവാറുണ്ട്. അതൊരിക്കലും വിശ്വാസികളായ നമുക്ക് കരണീയമല്ല. വിശുദ്ധ ഖുർആൻ തന്നെ അക്കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. വഇദാ മസ്സൽ ഇൻസാന ദുർറു ദഅാനാ ലിജംബിഹി ഔ ഖാഇദൻ ഔ ഖായിമാ. മനുഷ്യന്മാർക്ക് എന്തെങ്കിലും ഒരു ദുർറുണ്ടായാൽ, എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവര് കിടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും അതുപോലെ തന്നെ എഴുന്നേറ്റ് നിന്നുകൊണ്ടും ഒക്കെ അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിക്കും. അത് രോഗമാകാം, സാമ്പത്തിക പ്രയാസമാകാം, മറ്റെന്തെങ്കിലും മുസീബത്തുകളാകാം. അങ്ങനെ എന്തു വന്നാലും അവര് അള്ളാഹുവിലേക്ക് അടുത്തു വന്നുകൊണ്ട് അവര് നിന്നും ഇരുന്നും കിടന്നും ഒക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. എന്നാൽ ഫലമ്മാ കശഫ്നാ അൻഹു ദുർറഹു മർറ കഅൻ ലം യദ്ഉനാ ഇലാ ദുർരി മസ്സഹു. എന്നാൽ ആ ബുദ്ധിമുട്ട് അങ്ങ് നീങ്ങിപ്പോയി കഴിഞ്ഞാലോ, ആ പ്രയാസം അവരങ്ങ് ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവരങ്ങനെ പ്രാർത്ഥിച്ചവരാണ് എന്ന കാര്യം അവർക്കും ഓർമ്മ ഉണ്ടാവില്ല, വേറെ ആർക്കും ഓർമ്മ ഉണ്ടാവില്ല. ആ രീതിയിലേക്കായിരിക്കും അവരുടെ അവസ്ഥ. അതായത് ഇയാളാണ് അള്ളാഹുവിലേക്ക് ഇത്ര അടുത്ത് വന്നിരുന്നത്, ദീനിലേക്ക് സമീപിച്ചിരുന്നത് എന്ന് മനസ്സിലാകാത്ത വിധം അയാൾ ദീനിൽ നിന്ന് എന്ത് ചെയ്യും, അള്ളാഹുവിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുമെന്നാണ്. കദാലിക സുയ്യിന ലിൽ മുസ്രിഫീന മാ കാനൂ യഅമലൂൻ എന്നാണ് വിശുദ്ധ ഖുർആൻ അതിനെ സമാപിപ്പിക്കുന്നത്. അപ്രകാരം സുയ്യിന ലിൽ മുസ്രിഫീൻ, അങ്ങനെ ഇസ്റാഫ് കാണിക്കുന്ന ആളുകൾക്ക് അലങ്കാരമായി തോന്നിപ്പിക്കും മാ കാനൂ യഅമലൂൻ, അവരാ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ. അതായത് അവനാൻ ആവശ്യം ഉണ്ടാവും അള്ളാഹുവിലേക്ക് അടുക്കുക, അത് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹിനെ മറക്കുക, എന്നിട്ട് മറന്ന് ജീവിക്കുക. അങ്ങനെ പോകുന്ന ആ ജീവിതത്തെ ഒരു കുറ്റമായിട്ടോ തെറ്റായിട്ടോ അല്ല അയാൾക്ക് മനസ്സിലാകുക, അതൊരു അലങ്കാരമായിട്ട് അയാൾക്ക് തോന്നുകയും ചെയ്യും എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ ഈ ഒരു രീതി ഒരിക്കലും വിശ്വാസികൾക്ക് ഒരു കാലഘട്ടത്തിലും പാടില്ലാത്ത ഒരു കാര്യമാണ്. പക്ഷേ ഇന്ന് ഖേദകരമായ ഒരു വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസം ഇന്ന് വന്നു കഴിഞ്ഞിട്ടും അള്ളാഹുവിലേക്കും അടങ്ങാത്ത, അള്ളാഹുവിനെ ഓർക്കാത്ത ഒരു സമീപനമാണ് ഇന്ന് പൊതുവെ സമുദായത്തിൽ നമ്മൾ കാണുന്നത്. എല്ലാവരും അങ്ങനെയാണ് എന്നല്ല, പൊതുവെ ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ ഒരു നിലപാടാണ്. ഞാൻ നേരത്തെ പറഞ്ഞത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോഴെങ്കിലും അള്ളാഹുവിലേക്ക് പോവുകയും പിന്നെ മറക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം. എന്നാൽ ഇന്ന് മറ്റൊരു വിഭാഗത്തിന് നമ്മൾ കാണുന്നത്, പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നം മുസ്ലിം സമുദായത്തിന് വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹ്യമായും അതുപോലെ തന്നെ രാഷ്ട്രീയമായും ഒക്കെ അവർ നേരിടേണ്ടി വരുമ്പോഴും ആ സമയത്തെങ്കിലും അള്ളാഹുവിലേക്ക് മടങ്ങുക എന്ന കാര്യത്തിൽ പലപ്പോഴും വീഴ്ച വരുത്തുന്ന ഒരു ഖേദകരമായ അവസ്ഥയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഉള്ളത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഇന്ന് വളരെ വലിയ ഭീഷണികളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ സ്വഭാവം തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഓരോ തെരഞ്ഞെടുപ്പുകളിലേക്ക് നമ്മൾ പോകുമ്പോഴും ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ആളുകൾ മതേതര പാർട്ടികളൊക്കെ ആവശ്യപ്പെടാറുള്ളത്, നിങ്ങളുടെ ദൈനംദിന ജീവിതം, നിങ്ങളുടെ അടിസ്ഥാന ജീവിതം, രാജ്യത്തിന്റെ വികസനം, വിദ്യാഭ്യാസം, ക്ഷേമകാര്യങ്ങൾ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഇപ്രാവശ്യം ഞങ്ങളെ ജയിപ്പിക്കണം അല്ലെങ്കിൽ വോട്ട് ചെയ്യണം എന്നൊക്കെ ആവശ്യപ്പെടാറുള്ളത്. എങ്കിൽ ഇന്ന് ഒരൊറ്റ ആവശ്യത്തിലേക്ക് മതനിരപേക്ഷ കക്ഷികളൊക്കെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് ആവശ്യം? ഇവിടെ രാജ്യത്ത് ഞങ്ങളുടേതായ അന്തസ്സോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു സ്പേസ് വേണം എന്ന ഒരവസ്ഥയിലേക്ക് ഡിമാൻഡുകൾ മാറപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടല്ലേ മറ്റു ആവശ്യങ്ങളൊക്കെ, ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ വരെ ചോദ്യം ചെയ്യപ്പെടുകയും, ഈ രാജ്യം ഒരു മതനിരപേക്ഷ രാജ്യമാണോ
അതോ ഇതൊരു മതരാജ്യമാണോ എന്ന കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്ന അത്യന്തം അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെ നമ്മുടെ നാട് കടന്നു പോകുന്നു. ഒരു ഭാഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു പള്ളികൾ ഒന്നിനു മുകളിൽ ഒന്നായി അവകാശവാദങ്ങൾ വരിക മാത്രമല്ല, അത് വളരെ വേഗത്തിൽ തന്നെ ആ രീതിയിലേക്ക് പരിവർത്തിക്കപ്പെടുകയും ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് അങ്ങനെയുണ്ട്. മറ്റൊരു ഭാഗത്തോ ധാർമ്മിക പല രീതിയിലും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യം മറുഭാഗത്തുമുണ്ട്. അതായത് ഇസ്ലാമിക വിശ്വാസത്തെയും സംസ്കാരത്തെയും ഒക്കെ കീഴ്മേൽ മറിക്കാൻ പാകത്തിൽ ലിബറൽ ചിന്താഗതികൾ മുസ്ലിം സമുദായത്തിലേക്ക് വൻതോതിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ട് മദ്യത്തെ നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ സിന്തറ്റിക് ലഹരികൾക്ക് മാത്രമാണ് പ്രശ്നം, മറ്റു ലഹരികൾക്കൊന്നും കുഴപ്പമില്ല എന്ന രീതിയിലേക്ക് ആ രംഗത്ത് കാര്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആഭാസങ്ങൾ, നമ്മുടെ കുടുംബ സംവിധാനത്തെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ആഭാസങ്ങൾ മറ്റൊരു ഭാഗത്തും പർവ്വതീകരിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഭാഗത്ത് ധാർമ്മികമായ പ്രശ്നങ്ങൾ, മറ്റൊരു ഭാഗത്ത് രാജ്യത്ത് നിലനിൽപ്പിന്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒരു ഡെമോക്രസിന്റെ വാള് പോലെ സമുദായത്തിന്റെ തലക്ക് മുകളിൽ തൂങ്ങി നിൽക്കുമ്പോൾ പോലും അള്ളാഹുവിലേക്ക് അടുക്കുക, കൂടുതൽ വിശുദ്ധിയുള്ളവനാവുക, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന വളരെ ബേസിക് ആയിട്ടുള്ള വിഷയത്തിലേക്ക് പോലും സമുദായം വന്നു നോക്കുന്നില്ലെന്ന് മാത്രമല്ല, ഈ സമയത്ത് കേരളത്തിലൊക്കെ നടക്കുന്ന ഏറ്റവും വലിയ ചർച്ച എന്താ? ഈ ലോകം കൈകാര്യം ചെയ്യുന്നത് പടച്ചോനാണോ അതോ കോഴിക്കോട് അന്തി ഉറങ്ങുന്ന CM മടവൂർ എന്ന് പറയുന്ന അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വലിയാണോ എന്ന്. ചർച്ചയുടെ രൂപം നോക്കൂ നിങ്ങൾ. ആകാശത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റുകളൊക്കെ പിടിച്ചു നിർത്താൻ പാകത്തിൽ ഇവിടെ ചില ഔലിയാക്കന്മാർക്ക് കഴിയുമെന്നാണ് പറയുന്നത്. ICUവിൽ വെച്ച് മരണപ്പെട്ടു പോയ ആളെ രണ്ടാമത് ജീവൻ കൊടുക്കാൻ ആ മരിച്ചുപോയ വ്യക്തി ICUവിലേക്ക് കടന്നു വന്നുകൊണ്ട് അയാൾക്ക് അതിന് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇതിന് തർക്കം നടന്നുകൊണ്ടിരിക്കുക, ഇതിന് ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുക. ഈ ഗതികേട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയുള്ള ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ പടച്ചോനെ ഞങ്ങളെ കാക്കണേ, അള്ളാഹുവെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കേണ്ട ഘട്ടമാണ്. ഏതുവരെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു വരുമ്പോൾ രണ്ട് വിഭാഗമാണ് വരുന്നത്. ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിലുള്ള മുസ്ലിം സമൂഹം, മറ്റൊന്ന് അബൂജഹലിന്റെ കീഴിലുള്ള മുശ്രിക്കീങ്ങളായ കൂട്ടര്. ആ മുശ്രിക്കീങ്ങളായ കൂട്ടര് വരെ ആ രണാങ്കണത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് അബൂജഹൽ വരെ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവർ കടലിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ, തിരമാലകളിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ അവർ അല്ലാഹുവേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കാറുള്ളത്. എന്നാൽ അവര് കാറ്റും കോളും ഒക്കെ കവചം വെച്ച് അവര് കരയിലേക്ക് രക്ഷപ്പെട്ടു കഴിഞ്ഞാലോ പിന്നെ അവര് ലാത്തയെ കാക്കണേ ഉസ്സയെ കാക്കണേ എന്ന് പറഞ്ഞ് മരണപ്പെട്ടു പോലെ വിളിക്കും. ഇതായിരുന്നു മുശ്രിക്കീങ്ങളുടെ വരെ അവസ്ഥ. അത് നിർണായക ഘട്ടത്തിൽ അവർ അള്ളാന്റെ നേർക്ക് വിളിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് കാണാൻ പറ്റുന്നത്. പക്ഷെ നമ്മുടെ സമുദായം ഒരു നിർണായക ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പോലും അള്ളാഹുവിനെ ഓർക്കുന്നില്ല എന്ന് മാത്രമല്ല, പടപ്പുകളിലേക്ക് പ്രാർത്ഥിക്കാൻ ആളുകളെ ക്യാമ്പയിൻ ചെയ്ത് അതിന് തർക്കിക്കുന്ന ഒരു വലിയ ദുരന്തമാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്തോ പുരോഗമനത്തിന്റെ നാട്യങ്ങളിൽപ്പെട്ട് യൂറോപ്യൻ കൾച്ചർ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ സമുദായത്തിലെ ചില ആളുകൾ തന്നെ അതിന് വളം വെച്ചു കൊടുക്കുന്ന അതിദയനീയമായ ഒരു സാഹചര്യം മറുഭാഗത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാന്റെ കാവൽ എങ്ങനെ ഇവന് സമുദായത്തിന് ഉണ്ടാവുക? ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ വിവാഹ ആഘോഷങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വളരെ ലളിതമായി നടക്കേണ്ട ഒരു ചടങ്ങാണ് വിവാഹം എന്ന് പറയുന്നത്. ആ ലളിതമായ ചടങ്ങ് ഇന്ന് കഴിയുമ്പോൾ അതിന് ഭക്ഷണത്തിനും മറ്റ് അടിസ്ഥാനപരമായ കാര്യങ്ങൾക്കും ചെലവഴിക്കുന്നതിലേറെ പണം ഇന്ന് ചെലവഴിക്കുന്നത് അതിന്റെ ധൂർത്തിന്റെ വശത്തിനാണ്. പല നാട്യങ്ങളിലേക്കാണ്. പല രീതിയിലും പല കാര്യങ്ങളും സമുദായങ്ങളിലും കാണുന്ന അതേ കാര്യങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. മുമ്പൊക്കെ പുതുപെണ്ണിന് വേണ്ടി ഒരുക്കാൻ വേണ്ടിയാണ് ശ്രമം തുടങ്ങിയത് എങ്കിൽ ഇന്ന് ഒരു വീട്ടിൽ കല്യാണം നടക്കുന്നുവെങ്കിൽ ആ വധു മാത്രമല്ല, ആ വധുവിന്റെ അനുജത്തിമാര്, ജ്യേഷ്ഠത്തിമാര്, പിന്നെ അങ്ങനെ വന്ന് അമ്മായിമാര്, അങ്ങനെ അവസാനം വല്യമ്മ വരെ ബ്യൂട്ടി പാർലറിൽ പോയി പുട്ടിയിട്ട് വേറെ രൂപത്തിൽ വേഷമണിഞ്ഞുകൊണ്ട് അവിടെ കടന്നു വരേണ്ടുന്ന ഒരു സാഹചര്യം ഇന്ന് സമ്മർദ്ദമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്.
അതിന് ലക്ഷങ്ങളാണ് പൊടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഏത് കോടതിയിൽ അള്ളാന്റെ മുമ്പിൽ എങ്ങനെയാണ് നമ്മൾ മറുപടി പറയാൻ? ഇല്ലാത്ത പണമുണ്ടാക്കി കടമെടുത്തുകൊണ്ട് ലോൺ എടുത്തുകൊണ്ട് വരെ ഇത് ചെയ്യുന്ന ആളുകളുണ്ട്. എങ്ങനെ അള്ളാന്റെ സഹായം നമുക്ക് കിട്ടുക? ഇതൊക്കെ നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് പള്ളികൾ പൊളിക്കുന്നത് നോർമലൈസ് ചെയ്യപ്പെടുന്നത് പോലെ ഇസ്ലാമികമായി തീർത്തും തെറ്റാണെന്ന് പറയുന്ന കാര്യങ്ങൾ 4 ആളുകൾ നടത്തിയാൽ അത് നാട്ടിൽ പാട്ടായി. പിന്നെ അത് ചെയ്യാത്തവനാണ് കുറ്റക്കാരൻ, അതിന് സഹകരിക്കാത്തവനാണ് കുറ്റക്കാരൻ എന്ന നരേറ്റീവിലേക്ക് കാര്യങ്ങൾ കടന്നു വരുമ്പോൾ അള്ളാന്റെ റസൂല് പറഞ്ഞത് വളരെ ഗൗരവമാവുകയാണ്. അവസാന കാലഘട്ടമാകുമ്പോ തീക്കനലിൽ പിടിച്ചവനെ പോലെയായിരിക്കും ദീനനുസരിച്ച് ജീവിക്കുന്നവൻ എന്ന് പറഞ്ഞത് സത്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് നമ്മൾ വളരെ വേഗം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അഴിഞ്ഞാടാൻ എന്തൊക്കെ വകുപ്പുണ്ടോ അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ആരുമല്ല, അതിന് സമുദായത്തിന്റെ ആളുകളാണ് പലപ്പോഴും അതിന് പണം പിരിക്കുന്നതും നേതൃത്വം കൊടുക്കുന്നതും അതിന് ഫണ്ട് വകയിരുത്തുന്നതും ഒക്കെ. ഇപ്പൊ നിങ്ങൾക്കറിയോ, കേരളത്തില് നൈറ്റ് ലൈഫ് ഉണ്ടാവണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ ഈ നൈറ്റ് ലൈഫ്? രാത്രി ജീവിതം. ഇതെവിടുന്ന് തുടങ്ങിയതാ? യൂറോപ്പിന്റെ സംസ്കാരമാണ്. യൂറോപ്യൻ നാടുകളിലൊക്കെ അവരുടെ കാലാവസ്ഥയും അവരുടെ ഭക്ഷണ രീതിയും അവരുടെ വേഷവും അവരുടെ രൂപവും ഒക്കെ വ്യത്യസ്തമാണ്, തീർത്തും വ്യത്യസ്തമാണ്. ചില രാജ്യങ്ങളിലൊക്കെ പകൽ സമയം പുറത്തിറങ്ങാനേ കഴിയാത്ത വളരെ വലിയ ചൂടാണ്. സ്വാഭാവികമായും അവർ രാത്രിയായിരിക്കാം അവരുടെ ഷോപ്പിങ്ങും മറ്റു കാര്യങ്ങൾക്കും കഴിയുക. അവരുടെ തൊഴിലിന്റെ രീതി, തൊഴിലിന്റെ സമയം അതിനനുസരിച്ചായിരിക്കും ക്രമീകരിച്ചിരിക്കുക. ഇതൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്ത് സവിശേഷ വ്യക്തിത്വവും സവിശേഷ കാലാവസ്ഥയും സവിശേഷമായ ധാർമ്മിക പരിസരവുമുള്ള ഈ കേരളത്തിലേക്ക് എന്തിനാണ് കൊണ്ടുവരുന്നത്? ഗവൺമെന്റിനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉപദേശകൻ ഈ അടുത്ത് പല പ്രാവശ്യങ്ങളായി അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, കേരളം പുരോഗമിച്ചിട്ടില്ല എന്നാണ്. കേരളം ഇപ്പോഴും പുരോഗമിച്ചിട്ടില്ല. അതിന് പറഞ്ഞ കാരണം എന്താണെന്നറിയോ? സ്വന്തം മക്കളുടെ മുമ്പിലേക്ക് അവരുടെ മാതാപിതാക്കൾക്ക് വിവസ്ത്രരായി നഗ്നരായി വരാൻ ഇപ്പോഴും മടിയാണ്, ഇപ്പോഴും നാണമാണ്. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ചെന്നാൽ കുടുംബസമേതം ഒരു ഡ്രസ്സ് കൊടുക്കാതെ കടൽ തീരത്ത് കൂടി ഒന്നിച്ച് നടന്നു പോണത് കാണാം. എന്ത് ഭംഗിയാണ് ആ കാണാന്. അതൊന്നും ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ആയിട്ടില്ല. അപ്പൊ കേരളം പുരോഗമിച്ചിട്ടില്ല. ഇതാ പുരോഗമനം. ഇതാണ് നൈറ്റ് ലൈഫിന്റെ വേറൊരു ഭാഗം. ഇപ്പൊ കേരളത്തിൽ അത് മോഡലായി പ്രവർത്തിച്ചത് തിരുവനന്തപുരത്ത് മാനവീയം വീഥി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഏകദേശം 500 മീറ്റർ മാത്രമുള്ള ഒരു സ്ട്രീറ്റ്. വൈകുന്നേരം 5 മണി മുതൽ പിറ്റേ ദിവസം നേരം വെളുക്കും 6 മണി വരെയുള്ള സമയം ലൈവായി നിലനിർത്തുക. അവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അവിടെ എന്തൊക്കെയാണോ ആളുകൾക്ക് ആവശ്യം അതെല്ലാം കിട്ടുന്ന ഒരവസ്ഥ രാത്രി. അതാണ് നൈറ്റ് ലൈഫ്. അവിടെ നിന്ന് ഇപ്പൊ അടിക്കടി കൂട്ടത്തല്ലുണ്ടാവുകയും അത് വിവാദമാവുകയും ചെയ്ത് നിങ്ങൾ പത്രത്തിൽ കണ്ടിട്ടുണ്ട്. എന്താ കൂട്ടത്തല്ലിന്റെ അടിസ്ഥാനം? സിന്തറ്റിക് ലഹരി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സിന്തറ്റിക് ലഹരി റാക്കറ്റുകൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രശ്നവൽക്കരിക്കപ്പോഴും പറയുന്നത് എന്താ വെച്ചാൽ, ഇത് ഇവിടെ മാത്രം പോരാ, ഇനി എറണാകുളത്ത് പോകണം, കൊച്ചിയിൽ, അവിടെയൊക്കെ പല രീതിയിലുണ്ട് ഇപ്പോഴും. ഇനി എല്ലാ ടൗണുകളിലും കൊണ്ടുവരണമെന്ന്. അതൊരു വെറും വർത്തമാനമാണെന്നാണ് നമ്മളൊക്കെ കരുതിയത്. എന്നാൽ അങ്ങനെയല്ല. ഇപ്പൊ ഇന്നും ഇന്നലേക്ക് ഇട്ട് കാണുന്നത് മലപ്പുറം നഗരസഭയിൽ, അതുപോലെ തന്നെ കൊണ്ടോട്ടി നഗരസഭയിൽ, ഇവിടങ്ങളിലൊക്കെ ബജറ്റിൽ പണം വകയിരുത്തിയിരിക്കുകയാണ് ഇതിനു വേണ്ടി, നൈറ്റ് ലൈഫ് കൊണ്ടുവരാൻ വേണ്ടി. നാടിന്റെ ഒരു പ്രത്യേക സ്ഥലം അതിനായിട്ടുള്ള ഒരുക്കി വെക്കുക. ബോംബെയിലാണ് പണ്ട് റെഡ് സ്ട്രീറ്റുകൾ നമ്മൾ കണ്ടിരുന്നത്. ഇതൊക്കെ നോർമലൈസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ജയിപ്പിച്ചു വിട്ട ആളുകൾ വലിയ പടം വെച്ചിട്ട് ഇതാ ഇനി മലപ്പുറത്തും നൈറ്റ് ലൈഫുകൾ, രാത്രികാലങ്ങൾ. ഈ അവസ്ഥയിലേക്ക് ഇപ്പൊ തന്നെ സിന്തറ്റിക് ലഹരി പിടിച്ചാക്കിട്ടുണ്ടോ ചെറുപ്പക്കാർക്കിടയിൽ? ഇതൊക്കെ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് ഇനി പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെറുപ്പക്കാർ രാത്രിയായ വീട്ടിലെത്തുമോ? ഇപ്പൊ തന്നെ 10 മണി കഴിഞ്ഞാൽ വീട്ടിൽ എത്തുന്നൊരവസ്ഥ ഉള്ളത് കൊണ്ടാണ് കുറെയൊക്കെ ഒരടക്കവും ഒതുക്കവും ഉള്ളത്. ഇനി രാത്രി കൂടി തുറന്നു കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? എന്താണ് വിശ്വാസികളോട് വിശുദ്ധ ഖുർആൻ പറയുന്നത്? രാത്രി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ളതാണ്, നിങ്ങൾക്ക് ഉറങ്ങാനുള്ളതാണ്. പകൽ സമയം നിങ്ങളുടെ ജോലി സന്ധാരണ വേളയാണ്. ഇതല്ല ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതല്ലാതെ രാത്രി സമയം കൂടി ഇങ്ങനെയുള്ള എന്തും ആർമാദിക്കാൻ പറ്റുന്ന തെരുവുകൾ കേരളം മുഴുവൻ ഉണ്ടാക്കിയെടുക്കാൻ അതിന് ബജറ്റിൽ പണം പാസാക്കുകയും ഒക്കെ ചെയ്യുന്നത് ആരാ? നമ്മളൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച മനുഷ്യന്മാരാണ്. എന്തും ചെയ്യാമെന്നാണോ? ഇതൊക്കെ സമൂഹം തിരിച്ചറിയണം. എവിടേക്കാണ് നമ്മുടെ നാട് പോകുന്നത്? എങ്ങനെയാണ് അള്ളാഹുവിന്റെ കാവലുണ്ടാവുക? അള്ളാഹു വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ഭക്ഷണത്തളികൾക്ക് ചുറ്റും ആളുകൾ ഒരുമിച്ച് കൂടുന്ന പോലെ മറ്റ് സമുദായങ്ങൾ ശത്രുതയോടെ നിങ്ങൾക്ക് ചുറ്റും കൂടാൻ പോകുന്ന ഒരു സന്ദർഭം വരുന്നുണ്ട്. ഭക്ഷണത്തളികയിലേക്ക് കൈവരുന്നത് പോലെ ശത്രുക്കൾ നിങ്ങളുടെ നേരെ വരുന്ന ഒരു കാലം വരും. അപ്പൊ അവർ ചോദിച്ചു, റസൂലേ ബല്ലൻതും യൗമഇദിൻ കസീർ, അന്ന് ഞങ്ങൾ ധാരാളം ആളുകൾ ഉണ്ടാകോ, മുസ്ലിം ഉമ്മത്ത് ധാരാളം ആളുകൾ ഉണ്ടാകോ? അപ്പൊ പറഞ്ഞു, വലാകിന്നകും ഉസാഉൻ കഉസാഇസ് സൈൽ, നിങ്ങൾ ധാരാളം ആളുകൾ ഉണ്ടാവും, പക്ഷെ ആ ധാരാളം ആളുകള് ചവറുകളെ പോലെ ആയിരിക്കും. അവർക്ക് ഇസ്ലാം ഉണ്ടാവില്ല, ഒരു പേരേ ഉണ്ടാവുള്ളൂ, സമുദായത്തിന് നാമേ ഉണ്ടാവുള്ളൂ. അവർ വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്ന ചവറുകളെ പോലെ ആയിരിക്കും. അങ്ങനെയാകും. എന്ത് സംഭവിക്കുമെന്നറിയോ? നിങ്ങളുടെ ശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളെ കുറിച്ചുള്ള പേടി അള്ളാഹു എടുത്തൊഴിവാക്കുന്നതാണ്. മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ അവരെ മൂക്കിൽ വലിക്കാവുന്നതേ ഉള്ളൂ, അവരൊന്നുമല്ല എന്നൊരവസ്ഥയിലേക്ക് ശത്രുക്കളുടെ മനസ്സിൽ, ഹൃദയത്തിൽ ഒരു രൂപമുണ്ടാക്കും. വലയഖദിഫന്നല്ലാഹു ഫീ ഖുലൂബികുമുൽ വഹൻ, നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു വഹിനിട്ട് തരികയും ചെയ്യും. മുസ്ലിം സമുദായത്തിന്റെ ഹൃദയത്തിൽ വഹിനിട്ട് തരികയും ചെയ്യും. വഖാല ഖായിലുൻ, അവ ചോദിക്കുന്നവൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വമൽ വഹൻ, എന്താണ് ഈ വഹൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവിടുന്ന് പറഞ്ഞു കൊടുത്തു, ഹുബ്ബുദ് ദുനിയ വകറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള അങ്ങേയറ്റത്തെ ആർത്തി, അങ്ങേയറ്റത്തെ ഇഷ്ടം, വകറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വെറുപ്പും. ദുനിയാവുള്ള ജീവിതം. ചെറുപ്പക്കാരോട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, അടിച്ചു പൊളിക്കാനല്ലേ ഈ ലോകം? എവിടുന്ന് കിട്ടിയതാണ് ഈ നരേറ്റീവ്? അടിച്ചു പൊളിക്കാനാണോ ഈ ലോകം? അതാണോ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്? ഈ ലോകത്തെക്കുറിച്ച് അങ്ങനെയുള്ള കാഴ്ചപ്പാടാണോ ഉള്ളത്? അതാരുടെ കാഴ്ചപ്പാടാ? അത് ശൈത്താന്റെ കാഴ്ചപ്പാടാണ്. അവരുണ്ടാക്കുന്ന നരേറ്റീവാണ്. ഈ ദുനിയാവ് വളരെ ചെറുതാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. യഅലമു, നിങ്ങൾ അറിയണം, അന്നമൽ ഹയാത്തുദ് ദുനിയ, ഈ ദുനിയാവെന്ന് പറയുന്നത് ലഅബുൻ, അത് കളിയാണ്, വലഹുൻ, അത് വിനോദമാണ്, അത് ലഹുവാണ്, വസീനത്തുൻ, അത് അലങ്കാരമാണ്, വതഫാഖുറുൻ ബൈനക്കും, പരസ്പരം പെരുമ നടിക്കലാണ്, വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്, മക്കളെ കുറിച്ചും സമ്പത്തിനെ കുറിച്ചും തന്മോരിമ പറയലാണ്. ഇതൊക്കെയാണ് ദുനിയാവ്. കമതൽ വൈസിൻ അജബൽ കുഫാര നബാതുഹു ثم يهيج فتراه مصفرا ثم يكون حطاما. അത് ഏതുപോലെയാണെന്നോ, സസ്യം വളരെ വളരെ നല്ല രീതിയിൽ ഉയർന്നു വന്നു കൃഷിയിടങ്ങളിൽ, പക്ഷെ എന്നും അതുപോലെ നിൽക്കില്ലല്ലോ. അത് കുറച്ച് കഴിഞ്ഞാൽ നല്ല പച്ചപ്പ് വരും, പിന്നീട് അത് ഉണങ്ങും, പിന്നെ വൈക്കോൽ തുരുമ്പുകളായിട്ട് അത് മാറിപ്പോകും. ഇതുപോലെയാണ് ദുനിയാവ്. നിങ്ങൾ കാണുമ്പോൾ ഇത് കളിയും തമാശയും വിനോദവും പരിപാടിയൊക്കെ ആയിട്ടുണ്ടാവും, പക്ഷെ അത് വളരെ കുറച്ചേ അതിന് ആയുസുള്ളൂ. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ദുനിയാവെന്ന് പറയുന്നത് വഞ്ചനയുടെ ഒരു വിഭവമല്ലാതെ മറ്റൊന്നും അല്ല എന്നാണ്. അപ്പൊ സഹോദരങ്ങളെ, ഇന്ന് കീഴ്മേൽ മറിഞ്ഞിരിക്കുകയാണ് നമ്മുടെ സമുദായത്തിന്റെ മാനസികാവസ്ഥ. ഈ ലിബറൽ വാദികളും പാശ്ചാത്യ സംസ്കാരവും യൂറോപ്യൻ കൾച്ചറും ഒക്കെ എന്താണോ കൊണ്ടുവരുന്നത് അതുപോലെ വാരി വിഴുങ്ങി ലക്ഷക്കണക്കിന് രൂപ അതിന്റെ ആളുകൾ കേരളത്തിൽ ഇതിനെ ആക്കിയെടുക്കാൻ വേണ്ടി ഇപ്പൊ ഒരു സംവിധാനം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ ഗ്രാമപ്രദേശങ്ങളിലേക്കും കടന്നു വന്ന് വലിയ മേളകൾ സംഘടിപ്പിച്ച് ലക്ഷങ്ങൾ അതിനെ പൊടിപിടിച്ച് അതിന്റെ ആളുകളാക്കി മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെയും ആ നിലക്കുള്ള സേവന സന്നദ്ധ സംഘടനകളെയും സംവിധാനങ്ങളെയും സാമുദായിക രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളെ പോലും അതിനെ സ്വാധീനിച്ച് മയക്കിയെടുത്ത് അവരെ സംഘാടകരാക്കി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ അടയാളങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഓരോ നഗരസഭയും ഓരോ പഞ്ചായത്തും പ്രഖ്യാപിക്കാൻ തുടങ്ങും, നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം വേണം. എന്തുപോലുള്ള സ്ഥലം? കൊതുകിന് മുട്ടയിടാൻ പറ്റുന്ന പാകത്തിൽ കെട്ടി നിൽക്കുന്ന വെള്ളം നമ്മൾ കാണാറുണ്ട്. കെട്ടി നിൽക്കുന്ന വെള്ളം എവിടെയൊക്കെ ഉണ്ടോ അവിടെ കൊതുകുകൾ മുട്ടയിടും, കൊതുകുകൾ വൻതോതിലുണ്ടാകും. ഇതുപോലെ ഇവിടെ നമ്മുടെ സമൂഹത്തിൽ ലഹരിയും ലൈംഗിക ആഭാസവും വൃത്തികേടുകളും അഴിഞ്ഞാട്ടങ്ങളും ഉണ്ടാകാൻ ഒരുപാട് ചെറുപ്പക്കാരെ, ഒരുപാട് യുവതികളെ, യുവാക്കളെ ഇങ്ങനെയുള്ള ദുശ്ശീലങ്ങളിലേക്ക് കൊണ്ടുവരാൻ രാത്രികാലത്തുള്ള ജീവിതങ്ങൾ കൊണ്ടുവരികയാണ്. അതിനുവേണ്ടി നമ്മുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തിരുത്തണം. ഇത് വോട്ട് ചെയ്യുന്ന മനുഷ്യന്മാരാ തിരുത്തേണ്ടത്, അല്ലാതെ ആരുമല്ല. ജനപ്രതിനിധികളോട് ഈ കാര്യം മുഖത്തു നോക്കി പറയാൻ ത്രാണിയും തന്റെ ഇടവും ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഈ നാട് ഈ രൂപത്തിൽ മുന്നോട്ട് പോവില്ല. നമ്മുടെ മക്കൾ ഇറങ്ങേണ്ടത് ഈ അങ്ങാടിയിലേക്കാണ്. എങ്ങനെയാണ് അവരെ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയുക?
ഇത് വൻതോതിൽ തീ പിടിച്ച പോലെ പറന്നുകൊണ്ടിരിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു ഉപദേശമുണ്ട്, അത് ഗൗരവത്തിൽ നമ്മൾ എടുക്കണം. നമ്മൾ ആരുടെ സന്തതികളാണ് എന്ന് നമ്മൾ തീരുമാനിക്കണം. അലി റളിയല്ലാഹു പറഞ്ഞു, ഇർതഹലത്തി ദുനിയാ മുദ്ബിറ, ദുനിയാവ് ഇഹലോകമതാ നമുക്ക് പുറകിലേക്കുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വർതഹലത്തിൽ ആഖിറതു മുഖ്ബില, ആഖിറം അഥവാ പരലോകം നമുക്ക് നേരെയുള്ള യാത്രയും ആരംഭിച്ചിരിക്കുന്നു. ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ പരലോകത്തിന്റെ മക്കളാകണം. വലാ തകൂനു മിൻ അബ്നാഇദ് ദുനിയ, നിങ്ങൾ ദുനിയാവിന്റെ മക്കളായി മാറരുത്. ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ്, ഇത് അമലിന്റെ ദിവസമാണ്. വലാ ഹിസാബ്, ഹിസാബിന്റെ ദിവസമല്ല. വഗദൻ, നാളെ പരലോകത്ത് ഹിസാബുൻ, അത് പരലോകത്തെ വിചാരണയുടെ ദിവസമാണ്. വലാ അമൽ, അവിടെ ഒന്നും നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പൊ ദുനിയാവിലാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്, പരലോകത്ത് അതിന്റെ കണക്ക് നോക്കുന്ന ദിവസം. ഒരു സുബ്ഹാനല്ലാഹ് പോലും നാളെ പരലോകത്ത് സഹോദരങ്ങളെ നമുക്ക് ചൊല്ലാൻ കഴിയില്ല. ഇവിടെ തന്നെ നമ്മൾ ചെയ്യണം. നമ്മൾ അപ്പൊ ആദ്യം ചിന്തിക്കേണ്ടത് നമ്മൾ ദുനിയാവിന്റെ മക്കളാകണോ ആഖിറത്തിന്റെ മക്കളാകണോ? ദുനിയാവിന്റെ മക്കളാകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ പള്ളി, എന്തിനാ നിസ്കാരം? വേറെ രീതിയിലാണ് ഇതിപ്പോ സംഭവിച്ചൊരു ബൊഫേ ടൈപ്പാണ്. കുറെ പള്ളിയിൽ വരിക, കുറെ നിസ്കരിക്കുക, കുറെ സുബൈക്ക് വരിക, എന്നാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും എല്ലാത്തിനും നേതൃത്വം കൊടുക്കുക, എന്നിട്ട് ആ പടച്ചോനെ പൊട്ടീസാക്കി ജീവിക്കുക. ഇതാണോ ദീന് പറയുന്നത്? അതുകൊണ്ട് കാണുന്നതിന്റെ ഒക്കെ കൂടെ പോയാൽ നരകാഗ്നിയിൽ കിടക്കുന്ന മനുഷ്യന്മാരോട് സ്വർഗത്തിൽ കിടക്കുന്ന ആൾക്കാർ പറയുന്നത്, എന്തേ നമ്മളൊക്കെ ഒന്നിച്ചാണല്ലോ ഉണ്ടായിരുന്നത്, നിങ്ങളെന്തേ നരകത്ത് പോകാൻ കാരണം? അവരോട് മറുപടി എന്താ? ഞങ്ങൾ ഒഴുകുന്നവരോടൊപ്പം അങ്ങനെ ഒഴുകി, നാട് പോകുന്നതിനോടൊപ്പം ഞങ്ങൾ അങ്ങനെ പോയി, അതുകൊണ്ടാണ് നരകത്തിലെത്തിയത്. തിരിച്ചൊഴുകുന്നവർക്ക് മാത്രമേ സ്വർഗം കിട്ടുള്ളൂ. എപ്പോഴാ അറ്റാക്ക് വരികയെന്ന് പറയാൻ കഴിയില്ല. ഈ ചാടി കളിക്കണീന്റെ ഇടയിൽ, ഈ അടിച്ച് പൊളിക്കണീന്റെ ഇടയിൽ എപ്പോഴാ അവിടുന്ന് മയ്യത്ത് കെട്ടിൽ കൊണ്ടുവന്ന് കൊണ്ടുപോകാന്ന് പറയാൻ കഴിയും. ആ കൊണ്ടുപോകണത്ത് പിന്നെ കബറിൽ അവനെ ഒറ്റയ്ക്ക്. അവിടെ നമ്മളെ ചാടി കളിപ്പിച്ചോലും നമ്മളെ ത്രസിപ്പിച്ചോലും ഒന്നും നമ്മളെ കൂടെ ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ആലോചിക്കണം. സഹോദരങ്ങളെ, അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കേണ്ട, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട, കൂടുതൽ കീഴൊതുങ്ങേണ്ട, കൂടുതൽ വിനയം കാണിക്കേണ്ട ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവന്റെ കോപം ഒരിക്കലും നമ്മൾ ഏറ്റുമാറരുത്. പഠിച്ച തമ്പുരാൻ എല്ലാവിധ ചെറുകളിൽ നിന്നും നമ്മളെല്ലാവരെയും കാത്തിരിച്ചു മാറട്ടെ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പണ്ഡിതന്മാർ നാം ഈ ലോകത്തെ എങ്ങനെ ജീവിക്കണം എന്നതിനെ സംബന്ധിച്ച് പ്രമാണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ പറയുന്നൊരു ഉപദേശമുണ്ട്. അവർ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്: ദുനിയാവ് നിങ്ങളുടെ കയ്യിലാകണം, ഹൃദയത്തിലാകാൻ ഒരിക്കലും പാടില്ല. എന്നാൽ പരലോകം അത് ഹൃദയത്തിലായിരിക്കണം, അതൊരിക്കലും കയ്യിലാകാൻ പാടില്ല. എന്താ പറഞ്ഞതിന്റെ ചുരുക്കം? അതായത് ദുനിയാവ് കയ്യിലും പരലോകം ഹൃദയത്തിലുമാണ് ഉണ്ടാകേണ്ടത്. അഥവാ പരലോകത്തിനായിരിക്കണം നമ്മൾ പ്രാധാന്യം. ഇതിനർത്ഥം ദുനിയാവ് വേണ്ടെന്നല്ല. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പടച്ചോനെ, ഈ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നന്മ തരണേ. ദുനിയാവ് വേണം, നമുക്കിവിടെ ജീവിക്കണം, നമുക്ക് വീട് വേണം, നമുക്ക് സൗകര്യങ്ങൾ വേണം, നമുക്ക് ജോലി വേണം, എല്ലാം വേണം. പടച്ചോ നമുക്ക് തന്ന നിയമത്തനുസരിച്ച് നമുക്ക് ജീവിക്കുകയും ചെയ്യാം. പക്ഷേ ഇസ്രാഫ് പാടില്ല, ദൂർത്തു പാടില്ല, അള്ളാഹുവിന്റെ റസൂല് വിരോധിച്ച ഹറാമുകളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. എന്നാൽ ഒരു പടി കടന്ന് നമ്മൾ കൂടുതൽ ആലോചിക്കേണ്ടതും അസ്വസ്ഥതപ്പെടേണ്ടതും ആ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അതാണ് ആ പ്രാർത്ഥനയിൽ അവസാനം എന്ത് പറഞ്ഞു? വഖിനാ അദാബന്നാർ, നരകത്തിൽ ഞങ്ങളെ കാക്കണേ. കാരണം ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകും, പക്ഷെ നരകത്തിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും മരണമില്ല. ഒരു കാലത്തും മരണം. ഇപ്പൊ ഇവിടെ ഒരാൾക്കൊരു അസുഖം ഉണ്ടായി കരുതുക, കുറെ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ചു, പിന്നെ ആളുകൾക്കിടയിൽ സംസാരം എന്താ വരിക എന്നത്, ഇനി അയാൾക്ക് മരണ നല്ലത് അല്ലേ, അങ്ങനെ നമ്മൾ പറയാം. ഇനി അയാൾക്ക് പഠിച്ചവൻ മരിപ്പിക്കുകയാണെങ്കിൽ അതാ നല്ലത്, കാരണം അത്ര ഇടങ്ങേറിലാണ് അയാൾ കിടക്കുന്നത്. അതിനർത്ഥം എന്താ? മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ നരകം അങ്ങനെയല്ല.
അവിടെ ജീവിതമല്ല, മരണമല്ല. അവിടെ മരിക്കാൻ കഴിയില്ല, അവിടെ ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല. അനുഭവിച്ചേ പറ്റൂ. ആരും സഹായത്തിനുണ്ടാവില്ല. അതുകൊണ്ട് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന പണിക്കാണ് നമ്മൾ മുന്നിൽ നിൽക്കേണ്ടത്. ദുനിയാവുമപ്പെട്ട് ഒരിക്കലും തന്നെ ഇന്നെന്താ വെച്ചാൽ ദുനിയാവിലെ ഒരു ദീനാറ് നഷ്ടപ്പെടുന്നതിന് പകരമായി പോലും അവർ ദീനിനെ മുന്നോട്ട് വെക്കുകയില്ല എന്നതാണ്. പലരും ദുനിയാവിന്റെ അടിമകളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു നോക്കൂ നിങ്ങൾ, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല തഇസ അബ്ദുദ് ദീനാർ വദ്ദിർഹം വൽ ഖതീഫത്തി വൽ ഖമീസത്തി ഇൻ ഉഅതി റളിയ വ ഇൻ ലം യുഅത ലം യർളാ. ദീനാറിന്റെയും ദിർഹമിന്റെയും വസ്ത്രത്തിന്റെയും പുതപ്പിന്റെയും അടിമ നശിക്കട്ടെ. അവന് വല്ലതും നൽകപ്പെട്ടാൽ അവൻ തൃപ്തിയടയും, അവന് നൽകപ്പെട്ടിട്ടില്ലെങ്കിൽ അവൻ തൃപ്തനാവുകയുമില്ല എന്നാണ്. അപ്പൊ മനുഷ്യന്മാരിന്ന് അടിമയായിരിക്കുന്നത് എന്താ? ഈ ദുനിയാവിനും അതിൽ ആർഭാടങ്ങൾക്കും ഒക്കെയാണ്. അങ്ങനെ അടിമകളായി നമ്മൾ ജീവിക്കാൻ പാടില്ല എന്നതാണ്. നമുക്ക് നാളെ പരലോകത്താണ്. വലാ തുകൂനൂ മിൻ അബ്നാഇദ് ദുനിയ, ഒരിക്കലും നിങ്ങൾ ദുനിയാവിന്റെ മക്കളാകരുത്. മൻ കാന യുരീദുൽ ഹയാത്തദ് ദുനിയ വസീനതഹാ നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹാ വഹും ഫീഹാ ലാ യുബ്ഖസൂൻ. ഐഹിക ജീവിതത്തെയും അതിന്റെ അലങ്കാരത്തെയുമാണ് ആരെങ്കിലും ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ ഇഹലോകത്ത് വെച്ച് അവർക്ക് നാം നിറവേറ്റി കൊടുക്കുന്നതാണ്. അവർക്ക് അവിടെ അഥവാ പരലോകത്ത് ഇഹലോകത്ത് അവർക്ക് യാതൊരു കുറവും വരുത്തുകയില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. നമ്മളിവിടെ വഴിവിട്ട് ജീവിക്കാൻ തീരുമാനിച്ചാൽ അള്ളാഹ് ചിലപ്പോൾ നമുക്ക് ഇവിടെ തിന്നു വരും. പക്ഷെ പരലോകത്ത് അവർക്ക് എന്തുണ്ടാവില്ല? ഓഹരി ഉണ്ടാവില്ല. മറ്റൊരായത്ത് പറഞ്ഞത് എന്താ? വമൻ കാന യുരീദു ഹർസദ് ദുനിയാ നുക്തി മിൻഹാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്. വല്ലവനും ഇഹലോകത്തെ കൃഷിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നാം അവന് അതിൽ നിന്ന് നൽകുന്നതാണ്. അവന് പരലോകത്ത് യാതൊരു വിഹിതം ഉണ്ടാവില്ല. അപ്പൊ ദുനിയാവ് കരുതിയവന് ദുനിയാവ് ഒരു പക്ഷേ പടച്ചവൻ കൊടുക്കും, പക്ഷെ പരലോകത്ത് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് വേണ്ടത് ദുനിയാവാണോ ആഖിറാണോ നമ്മൾ തീരുമാനിക്കുക. ആഖിറമാണ് വേണ്ടതെങ്കിൽ ഇവിടെ ഹറാമും ഹലാലും നോക്കി ഹലാലിന്റെ മാർഗത്തിലൂടെ ജീവിച്ച് മരിച്ചാൽ മാത്രമേ പരലോകത്ത് രക്ഷ കിട്ടുള്ളൂ. അല്ല ഇവിടെയുള്ള എല്ലാത്തിൻ്റെയും കൂടെ കൂടാനും ഏത് സംസ്കാരവും വാരി പുണരാനും അതാണ് ഇനി വേണ്ടതെന്നും തീരുമാനിച്ചാൽ അതിന് ബെല്ലടിച്ചു കൊടുക്കാനാണെങ്കിൽ ഇവിടുന്ന് അതിന്റെ കെടുതി അനുഭവിക്കേണ്ടി വരും. ഇപ്പൊ ഒരു കണക്ക് വരുന്നത് എന്താ അറിയോ? ഏറ്റവും കൂടുതൽ എയ്ഡ്സ് വ്യാപിക്കുന്നത് 25 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ്. 25 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് 30 വയസ്സിന്റെയും 45 വയസ്സിന്റെയും ഇടയിലുള്ള പുരുഷന്മാരാണ്. എന്താതൊക്കെ പ്രശ്നം? ജീവിത കാഴ്ചപ്പാട് കീഴ്മേൽ മറിഞ്ഞു, സാമ്പത്തിക അരാജകത്വം വന്നു, ജനങ്ങൾ പല രീതിയിലാണ് ഹാലിലാണ് ജീവിക്കുന്നത്. ചെറിയ വരുമാനമുള്ളവർ വലിയ കച്ചവടം ചെയ്യുന്നു, പെട്ടെന്ന് കടക്കാരനാകുന്നു, വേഗം തൂങ്ങി മരിക്കുന്നു. എന്തൊക്കെയാണ് നടന്നുകൊണ്ട്? ഇതൊക്കെ ഇതാണ് ഈ ദുനിയാവാണ് ജീവിക്കാനുള്ളത് എന്ന് പാശ്ചാത്യന്മാര് പഠിച്ച സാധനം അവരൊക്കെ ഇന്ന് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം യൂറോപ്പിന്റെ തെരുവുകൾ മുഴുവൻ ഈ പുരോഗമന നാട്യം കൊണ്ട് ശ്വാസം മുട്ടി അതിന്റെ ഇടങ്ങേറ് അനുഭവിച്ചിട്ട് അവരൊക്കെ മതത്തിലേക്കും ദീനിലേക്കും തിരിച്ചു വരുമ്പോൾ നമ്മളെ നാട് നേരെ തിരിച്ചിട്ടുണ്ട്. അവിടെ നല്ലോണം ആലോചിക്കണം, സാഹചര്യങ്ങളെ കുറിച്ച് അറിയണം, ഇടപെടേണ്ടിടത്ത് ഇടപെടണം. അള്ളാഹു എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ നാടിനെ സമാധാനമുള്ള ഒരു നാടായി മുന്നോട്ട് പോകുവാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗമുണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു സമ്പൂർണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.